ഈ യുദ്ധത്തിൽ ഇറാൻ്റെ നില എന്താണ്? തോറ്റോ അതോ ജയിച്ചോ? നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് കാര്യങ്ങൾ. കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാനിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എങ്ങനെ? എന്തെങ്കിലും മാറ്റമുണ്ടോ? അതോ പഴയ ഇറാനേക്കാൾ ക്രൂരമാണോ ഇപ്പോഴുള്ളത്? എല്ലാവരിലും അത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. മാർപ്പാപ്പ എന്താണ് യുദ്ധത്തിനെതിരായി സംസാരിക്കുന്നത്? എന്താണതിന് കാരണം? ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാനിലെ 18,000-ലധികം കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിൻ്റെ പ്രഹരം. ഇറാനിലെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്തു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇസ്രയേലും അമേരിക്കയും ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച നടത്തുന്നതേയുള്ളൂ. മറ്റൊരു കാര്യം, ഇറാനിലെ ഭരണകൂടത്തെയും ഭരണഘടനയും മാറ്റുന്നതിലും ഇതുവരെ വിജയിച്ചിട്ടില്ല. അതിന് ഒരു കാരണം ആദ്യകാലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള പൊതുജനങ്ങളുടെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ശക്തി മങ്ങി എന്നതാണ്. ഉള്ളിൽ പ്രതിഷേധമുണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. എവിടെയും രഹസ്യ പോലീസിൻ്റെ സാന്നിധ്യം. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച ഏകദേശം 1 ലക്ഷത്തോളം പേരുടെ കൊലയ്ക്ക് ശേഷം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ ശക്തമല്ല. ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചു എന്ന വാർത്ത വരുന്നു. ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. ഇതുകൂടാതെ അമേരിക്ക ഇറാനിലേക്കുള്ള കപ്പലുകൾ കടത്തിവിടാതെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നും ഇറാൻ്റെ 440 കിലോ സമ്പുഷ്ട യുറേനിയം അമേരിക്കയുമായി ചേർന്ന് വീണ്ടെടുത്ത് അത് അമേരിക്കയിലേക്ക് മാറ്റും എന്ന് കേട്ടെങ്കിലും പിന്നീട് ഇറാൻ ആ നിർദ്ദേശം തള്ളി തുടങ്ങിയ വാർത്തയാണ് നാം കഴിഞ്ഞ നാളുകളിൽ കേട്ടത്. യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ വാക്ക് കേട്ട് ഇറാനെ പരിപൂർണമായി നശിപ്പിക്കാനൊന്നും ഒരിക്കലും അമേരിക്ക തയ്യാറാവില്ല എന്നതാണ് സത്യം. കാരണം കയ്യിൽ ആയുധമുള്ള ഇറാനെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഭയമുള്ളൂ. ആ ഭയമാണ് അമേരിക്കയ്ക്ക് ആവശ്യം. ഗൾഫ് രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ആ ഭയത്തിനെ സാധിക്കൂ. ഇറാനിലെ സൈന്യവും ഭരണകൂടവും തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല എന്ന വാർത്തകളും പുറത്തു വരുന്നു. ഇറാനിൽ യുദ്ധം ഒന്നടങ്ങി എന്ന് കരുതുമ്പോഴും ആ രാജ്യത്തെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ പീഡനകാലം അവസാനിക്കുന്നില്ല. യുദ്ധത്തിന് മുൻപ് ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡനങ്ങളെക്കാൾ വളരെ വലുതാണ് ഇപ്പോഴത്തെ പീഡനങ്ങൾ. ക്രിസ്ത്യാനികളെ നിരീക്ഷിക്കാനായി സദാ ജാഗരൂകരായ ബസീജ് ഫോഴ്സ് എന്ന മതപോലീസ്, എവിടെയും ക്രിസ്ത്യാനികൾക്ക് നേരെ ചാരക്കണ്ണുകൾ, സയണിസ്റ്റ് ചാരന്മാർ എന്നാണ് ക്രിസ്ത്യാനികളെ പരിഹസിച്ച് വിളിക്കുന്നത്. തീവ്രമായ പീഡനമാണ് 40 ദിവസം നീണ്ട യുദ്ധത്തിന് ശേഷം ക്രിസ്ത്യാനികൾ നേരിടുന്നത്. സമീപകാല സംഘർഷങ്ങൾക്ക് ശേഷം ഇറാനിയൻ ക്രിസ്ത്യാനികൾ കൂടുതൽ ക്രൂരമായ പെരുമാറ്റം അനുഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ മതം മാർഗർക്കുള്ള അറസ്റ്റുകളും ജയിൽ ശിക്ഷകളും വർദ്ധിച്ചു വരുന്നു. സർക്കാർ അടിച്ചമർത്തലുകൾക്കിടയിൽ വീടുകളിൽ നടത്തുന്ന ഗ്രഹക്കൂട്ടായ്മകൾ വളരുന്നു. ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ക്രിസ്ത്യൻ സഭകൾ ഇറാനിലാണ്. ഇറാനിൽ ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുമാർഗത്തിലേക്ക് മതപരിവർത്തനം ചെയ്തവർക്കായി അറസ്റ്റ്, പീഡനം, നിർബന്ധിത ഒളിവ് ജീവിതം തുടങ്ങിയ തീവ്രമായ പീഡനങ്ങൾ കാത്തിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ക്രിസ്തുമതം അതിവേഗം വളരുകയാണ്. അംഗീകൃത ന്യൂനപക്ഷങ്ങളായ അർമീനിയക്കാരും അസറിയക്കാരും ഇന്ന് 2ാം തരം പൗരന്മാരായി മാറിക്കഴിഞ്ഞു. ക്രിസ്തു മാർഗത്തിലേക്ക് മാറുന്നവർക്ക് ഇന്ന് വധശിക്ഷ വരെ ലഭിക്കാം. കൂടാതെ ഇറാനിയൻ ഭരണകൂടം ഇതിനെ ഒരു പ്രധാന രാജ്യസുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്നു. മനുഷ്യാവകാശ സംഘടനകളുടെ ഓഫീസുകളിലും ഗ്രഹസഭകളിലും തുടർച്ചയായ റെയ്ഡുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാസ്റ്റർമാരെ കസ്റ്റഡിയിലെടുക്കുകയും പീഡിപ്പിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുന്നു. പലപ്പോഴും ദീർഘകാല ജയിൽ ശിക്ഷകൾ അവർ അനുഭവിക്കുന്നു. തൊഴിൽ, വിദ്യാഭ്യാസം, നിയമപരമായ കാര്യങ്ങൾ എന്നിവയിൽ അംഗീകൃത ക്രിസ്ത്യാനികളായ അർമേനിയക്കാരും അസറിയക്കാരും വിവേചനം നേരിടുന്നു. കൂടാതെ രാജ്യഭാഷയായ പേർഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഈ സഭകളെ ഗവൺമെൻറ് വിലക്കിയിരിക്കുന്നു. ഇറാനിലെ പ്രശസ്തനായ പാസ്റ്റർ ഫർഷിദ് ഫഹ്ദിയെ ഒരു ചർച്ചിൽ നടത്തിയ റെയ്ഡിലാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഒരു ക്രിസ്ത്യൻ സംഘടനയിൽ അംഗത്വം നേടി എന്നതും
ദേശീയ സുരക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു, ഫണ്ട് സ്വരൂപിച്ചു, രാജ്യത്ത് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ സഹായിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ പ്രചരണം നടത്തി എന്നീ കുറ്റങ്ങളാണ് പാസ്റ്റർ ഫർഷിദ് ഫഹദിക്കെതിരെ ചുമത്തിയത്. ഇറാനിലെ ജയിലുകളിൽ കഴിഞ്ഞ 5 വർഷക്കാലം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന്. 2 മീറ്റർ നീളമുള്ള ഒരു ചെറിയ സെല്ലിൽ 361 ദിവസം ഏകാന്ത തടവിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കാൽ ഇറാനിയൻ ഭരണകൂടം തല്ലിയൊടിച്ചു. മാത്രമല്ല, വധശിക്ഷ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ സ്വതന്ത്രനായ അദ്ദേഹം ലോക നേതാക്കളോടൊരൊറ്റ കാര്യമേ അപേക്ഷിക്കുന്നുള്ളൂ: ഞാൻ കിടന്ന അതേ ജയിലുകളിൽ ഇപ്പോഴും കിടന്ന് ചീഞ്ഞഴുകുന്ന ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. മാർച്ച് മുതൽ ഇതിനകം 150-ലധികം യുവാക്കളായ ഇറാനികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇറാനികളെ ഉപേക്ഷിക്കപ്പെട്ടതായി അവർക്ക് തോന്നുന്നു. അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു: അവരെ മരിക്കാൻ വിടരുതേ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ക്രിസ്ത്യാനികളെ പലപ്പോഴും 5ാമത്തെ നിര അല്ലെങ്കിൽ സയനിസ്റ്റ് ചാരന്മാർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ഡോഴ്സ് പോലുള്ള ലോക സംഘടനകൾ ഇറാനെ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിലെ US ഇസ്രയേൽ യുദ്ധത്തെ ലിയോ 14 മാർപ്പാപ്പ ശക്തമായി എതിർത്തു. സർവശക്തിയുടെ വ്യാമോഹം എന്നാണ് അദ്ദേഹം ഈ യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത്. ഉടനടി ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇറാനിയൻ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിനെ അദ്ദേഹം അപലപിച്ചു. സംഘർഷത്തിന് മതപരമായ ന്യായീകരണത്തെ അദ്ദേഹം എതിർത്തു. യുദ്ധം നടത്തുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നേതാക്കൾ കൂട്ടനശീകരണത്തെ ന്യായീകരിക്കാൻ ദൈവത്തിൻ്റെ വിശുദ്ധനാമം ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ധാർമ്മിക വീക്ഷണകോണിൽ നിന്ന് യുദ്ധത്തിനെതിരെ സംസാരിക്കുകയാണ് താൻ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പ യുദ്ധത്തിനെതിരാണ്. അത് ഇസ്രയേൽ പ്രധാനമന്ത്രിയെ മാർപ്പാപ്പ അറിയിക്കുകയും ചെയ്തു. നാളെ അതുമൂലം ക്രൈസ്തവർക്ക് ദോഷമാണോ ഗുണമാണോ എന്ന് നോക്കിയല്ല. യുദ്ധത്തിനെതിരെ പറഞ്ഞതിന് മാർപ്പാപ്പയ്ക്ക് മേൽ കുതിര കയറുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ നാം കണ്ടു. ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സഭയുടെ മേലധ്യക്ഷന് ഒരിക്കലും ട്രംപിൻ്റെ ഭാഷ ചേരില്ല. കാരണം സംഘർഷം ഉണ്ടാക്കുകയല്ല, സമാധാനമാണ് ക്രൈസ്തവ സഭകളുടെ ലക്ഷ്യം. അതുകൊണ്ട് ക്രൈസ്തവ സഭകൾക്കെല്ലാം ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ട് എന്ന് കരുതി അവർ പൊട്ടന്മാരാണെന്നും അർത്ഥമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.